എന്ന് നോക്കുന്നത് ആ രാഘവട്ടാ അതെ ഈ പെരയിലൊരു ചെങ്ങായി താമസിക്കുന്നുണ്ട്. ആ ഉണ്ട്. നിങ്ങൾ കണ്ടിക്കണോ? ഞാൻ ഇങ്ങനെ ഒരു മിന്നായം പോലെ കണ്ടതേ ഇല്ല. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആരെന്താന്ന് ഒരു പിടുത്തമില്ല. ഒരു പിടുത്തമില്ല. ഇത് കണ്ട നിങ്ങള് പേപ്പറൊക്കെ വന്ന് എത്ര ദിവസത്തെ പേപ്പറാ കിടക്കണം? ഒന്നും വായിക്കല്ലോ. ആ പുറത്ത് ഇറങ്ങലേ ഇല്ല. ആളെ കണ്ടിക്കണ നിങ്ങള് ഒരു ഞാനിങ്ങനെ മിന്നായം പോലെ പക്ഷെ ഒരു പ്രത്യേക രൂപ. ഒരു പ്രത്യേക രൂപം നമ്മളെ പോലെ ഒന്നല്ല. നല്ലല്ല. കൈമലൊക്കെ എന്തൊക്കെയോ ഒരു ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ താടിന് മേലെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഇല്ല വരുമ്പോ നോക്കും. ആള് പുറത്തിട്ടേക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കാലോ വെച്ചിട്ട് ഞാനും നോക്കിക്കൊണ്ടിരുന്നു പലപ്പോഴും. ഒന്ന് വിളിച്ചു നോക്കി. ഞാനിങ്ങനെ എനിക്ക് നിങ്ങൾക്കല്ല അയൽക്കാരനല്ല എനിക്ക് വിളിക്കാൻ പറ്റുന്നത്. നമുക്ക് അവിടെ നിന്ന് പോയി ഞാൻ വരുന്നത് എനിക്ക് ആ കോയന്റെ അടുത്തൊന്ന് പോകണം. ആണോ? ആ എനിക്ക് കോയനെ കണ്ടിട്ട് അത്യാവശ്യം. പിന്നെ ഞാനും വരാം കോയിന്റെ അടുത്ത്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്ന് പോകുന്നില്ലേ? അല്ല അത് പിന്നെ കാണാം. എന്താണ്? അന്യഗ്രഹ ജീവികൾ വേഷം മാറി മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നു. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അന്യഗ്രഹ ജീവികൾ അത് മനുഷ്യന്മാരുടെ അടിയിൽ ജീവിക്കുന്നു. ഇപ്പൊ നമ്മളെ അടിയിലല്ലോ ഇന്ത്യക്കാ അതിൽ പെട്ടല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഞാൻ പറയണത് ഇതിപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വാലേക്കും സലാം. എന്താണ് വേണ്ട? അല്ല 2 ദിവസമായിട്ട് ഈ വഴിക്കില്ലല്ലോ രാഘട്ടാ. നല്ല മഴയല്ലേ? ആ മഴയൊക്കെ തന്നെയാണ്. എന്താ വർത്താനോ? എന്താ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ? വർത്താനൊന്നുമില്ല. അപ്പൊ പുതിയ വാർത്ത കിട്ടിയിട്ട് ഉണ്ണിയെ വായിച്ചിട്ടാ ഹർത്താലുണ്ടോ? ഹർത്താലല്ല, നമ്മുടെ ഈ അന്യഗ്രഹ ജീവികളില്ലേ? അന്യഗ്രഹ ജീവികള്. അന്യഗ്രഹ ജീവികള് നമ്മുടെ നാട്ടില് മനുഷ്യന്മാരെ മാതിരി തന്നെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിലാണോ ഇവിടെ അറിയില്ല. ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പല രൂപത്തില് പല വേഷത്തില്. ചിലപ്പോ മനുഷ്യന്മാരുടെ വേഷത്തില്, ചിലപ്പോ അവരുടെ വേഷത്തില്. ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ണിയാണോ മൊയ്തൂക്കേടാ ഞാനാണെന്ന് പറയാനോ പറ്റൂല. ചിലപ്പോ ഈ രാഘവട്ടനായിരിക്കും. നമ്മളിങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞോളണമെന്നില്ലല്ലോ. അല്ല ഉണ്ണിയെ വേറെ കണ്ടാ ഞമ്മക്ക് എങ്ങനെയാ മനസ്സിലാവുക? കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഈറ്റകൾ മനുഷ്യന്മാരെ കൂട്ടത്തില് എങ്ങനെ പെട്ടെന്ന് തിരിയില്ല. പക്ഷെ ഈറ്റകളെ മൂത്രം നീല കളറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉജാലായിരിക്കും കുടിക്കണത് ആയിക്കുമ്പോ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് തമാശ പറയല്ലേ. സാധനം അനുഗ്രഹ ജീവിയാണ് കാര്യം പറയും. പിന്നെ ഈറ്റകൾ അങ്ങനെ ഇങ്ങനെയൊന്നും മൂത്രം വയ്ക്കൂല. മൂത്രം മുട്ടണം. എല്ലാരും മുട്ടുമ്പല്ലോ ഒഴിക്കല്. അല്ലാണ്ട് പിന്നെ ഈറ്റകൾക്ക് വേറൊരു ശൈലിയാണ്. മൂത്രം കുറവായിരിക്കും. അതാണ് റേഷൻ കടയിൽ മണ്ണെണ്ണ വരാത്ത. നീല കളറല്ലേ? ഇനി മൂത്രം ഒഴിച്ചെടുത്ത് എന്തെങ്കിലും എലിയോ വള്ളിയോ ചപ്പിരിയോ പൂവോ കരിക്കട്ട പോലെയാവും. മൂത്രം ഒഴിക്കണോ കരിഞ്ഞു പോവോ? അത്ര സാധനമാണത്. കരിഞ്ഞ ഒന്നും ഇല്ലാണ്ടായിപ്പോഴും. എന്റെ രാഘവട്ടാ, നമ്മളെ പേടക വെക്കണ്ട. മുകളിലോട്ട് പേടകം എന്ന് പറഞ്ഞ സാധനം. രാഘവട്ട് പേടകം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഈ സാധനത്തിന്റെ ഇടയിൽ അങ്ങോട്ട് കേറും. ഇങ്ങോട്ട് വരുമല്ലോ. പോയ സാധനം പേടകം താഴെ വരണ്ടേ? അങ്ങനെയാണ് ഇവര് ഭൂമിയിലേക്ക് എത്തണത്. ഇവിടെ എത്തുന്ന സാധനം. അതെ, അവരൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പണിക്ക് പോകാതിരുന്ന് തിന്നാൻ പറ്റുള്ളൂ. അതാണ് ഒക്കെ കൂടി ഇങ്ങാട് വരണതേ. എല്ലാരും പന്ന നോക്കി നടക്കല്ല അന്യഗ്രഹ ജീവികള്. അല്ല ഇവര് നമ്മളെ ആക്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ അത്ര അക്രമകാരികൾ എവിടെ ഉണ്ടാവും. എനിക്ക് അന്യ സംസ്ഥാന ജീവിയെ കാണുന്നുണ്ട്. എന്റെ കൂടെ പെരുമാറി വരണോ? എനിക്ക് മുഴുവൻ കാണിച്ചാൽ ഏതാ സംസ്ഥാന ജീവിയല്ല, അന്യഗ്രഹ ജീവികള്. അതിനെ കാണണം. ഇതിപ്പോ നമ്മുടെ നാട്ടിലുണ്ട് വെച്ചാൽ നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാലേ കോയ ഈ പറഞ്ഞ സാധനം ഞമ്മടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലോ? ഈ പറഞ്ഞ ജീവി ഞമ്മടെ നാട്ടിലുണ്ട്. നിങ്ങൾ കണ്ടോ? ആ ഞാൻ കണ്ട്. എവിടുന്ന്? കേട്ടാ ഞമ്മളിപ്പോ പറഞ്ഞില്ലേ? ആരാണ്? പയ നിന്റെ പേരെന്റെ കേക്കുറത്തൊരു ഒഴിഞ്ഞ പറമ്പില്ലേ? അവിടെ മാധവേട്ടൻ വാടക കൊടുത്തൊരു വീടുണ്ടല്ലോ. അവളെ ഇപ്പൊ ഒഴിഞ്ഞിടക്കല്ലേ? അവിടെ ഒത്തിരി താമസിക്കുന്നുണ്ട്. അപ്പൊ വഴി മാറ്റണമല്ലോ. അല്ല അവനവിടുന്ന് മാറ്റണമല്ലോ. ആ ചങ്ങായി മറ്റേ താടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ നീണ്ടല്ലോ. മനുഷ്യപ്പറ്റില്ലാത്തവനാ. ഒരാളോട് മുണ്ടൂല.
ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വന്ന മൂപ്പര് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം പേര് വെച്ചിട്ട് പറയാണ്ടാ പോയി മൂപ്പര്. എന്തോ ചൂക്കട ഓരെ കണ്ടിക്കണ നിങ്ങള് ഞാനുണ്ട് ഓന്റെ കൈമലും കാൽമലൊക്കെ എന്തൊക്കെയോ നമ്മൾ ഇതുവരെ കാണാത്ത ചില ആഭരണങ്ങളൊക്കെ ഉണ്ട്. കണ്ടാൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ജീവിയാ. സാധനതാണ് അതെ മൊയ്തക്ക ഓ മൂത്രവെച്ചെടുത്ത് ചെടിയോ ഏടിയോ കഴിച്ചിട്ടുണ്ട് ഉറപ്പിച്ചോ അത് അന്യഗ്രഹ ജീവി തന്നെ. ഞാനേ എടാ അപ്പൊ ഒരു ബ്രെഡിന്റെ കൂടി എഴുതണ്ടേ ഇത് നേരത്തെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ സംസാരിച്ചത് അത് എഴുതിക്കോ, അത് ഒന്നിച്ചെടുക്കാട്ടോ. അത് എഴുതാട്ടോ. ഒരു ബ്രെഡ് കണം പോണായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. കടം കൊടുക്കല് ഞാൻ നിർത്തി എന്റെ ഉണ്ണേ. ഞാൻ ഇപ്പൊ എന്ത് തരത്തിലാ കടം കൊടുക്കണേ? ഈ വന്ന് ചോദിക്കണവരൊക്കെ അന്യഗ്രഹി ജീവിയാണോ ഇനി ഇവിടെ ഉള്ളവരാണോന്ന് ഞാൻ എങ്ങനെ അറിയാം? അവിടെ ഇന്നത്താലെ ഞാൻ കടം കൊടുക്കല് നിർത്തി. ഞാൻ വേണം ഇവിടെ മൂത്ര വെച്ച് കാണിച്ചാലാ, ഞാനല്ല. ഈ ഇനി തൂറി കാണിച്ചാലും 10 പൈസ എനിക്ക് ഞാൻ കിടന്നില്ല. ഇജ്ജ് വെക്കോ മൂത്ര വെച്ച് കാണിച്ചാലാത്ര എന്നാലാ മേടിച്ചതിന്റെ കടം വീട്ടല്ല. എങ്ങനെ ഈ കച്ചവടം ഞാൻ കൊണ്ടു നടത്തുക? അത് ശരി. ഇടീ ഇന്ന് നേരത്തൊക്കെ ഇവിടെ വന്നിട്ട് ചായ പിടിക്കാൻ അകത്തിരുന്ന് കുടിച്ചാ പോരാ എനിക്ക്. എന്തപ്പോ ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ റേഞ്ച് പിടിക്കാൻ വേണ്ടി വന്നിക്കുക. റേഞ്ച് പിടിക്കണ അന്നാ ജീവി പിടിച്ചോണ്ട് പോവാ അകത്തേക്ക് കിടക്ക്. ഈ പുലിയാ ഊലിയാണെങ്കിൽ സഹിക്ക. ഇത് അന്യഗ്രഹ ജീവി കണ്ടാ മനസ്സിലാവില്ല പോലെ, മനുഷ്യന്മാരെ പോലെയാണ് ഉണ്ടാവുക. പെട്ടെന്നാണ് ഓരോ സ്വഭാവം മാറുക എന്നൊക്കെയാണ് പറയണത്. അകത്തേക്ക് കിടക്ക്. ഈ എന്തായാലും ഇപ്പൊ ഇരുട്ടായിട്ടില്ലേ വരുള്ള അന്യഗ്രഹ ജീവികൾ. എന്താണ് മോളെ എനിക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത ഈ അന്യഗ്രഹ ജീവി വന്നു ഞാൻ പറയണ. ആരാത്? ആരാത്? ആരാണത്? അത് മരുന്നടിക്കണ ആളല്ലേ? ആര്? മരുന്നടിക്കാൻ വന്ന ആളാണ്. ഒന്ന് വർത്താനം പറഞ്ഞൂടെ? ഇങ്ങോട്ട് പാടാ. അങ്ങനെ ആ സാധനമൊക്കെ വെച്ചിട്ട് വർത്താനം പറയാ? പറയാൻ പറ്റൂല. ഒന്നും ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. കണ്ടാ കണ്ടോ ഓന്റെ നടത്തത്തിലൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. കൂടുതൽ ദൂരം വരെ അവിടെ മതി. അത് താത്ത് അവസാനം താത്ത്. അതെനിക്ക് മുഖത്തുള്ള മുടിയെടുക്ക്. എന്തിനാണ് അത്? മരുന്നൊക്കെ വാങ്ങി പോവാതിരിക്കാനാണ്. മുഖത്തുള്ള കണോപ്പ് അയക്ക്, അതയക്ക്. എന്താ എന്റെ പേര്? അന്റെ പേരെന്താ? പേര് സുധി. അന്റെ സ്ഥലം എവിടെയാ? ചൊവ്വ. കണ്ടോ ചൊവ്വ അന്യഗ്രഹ ജീവിയല്ല ഈ. എന്തെന്നാ നീ താഴെ ചൊവ്വ കണ്ണൂരാ. താഴെ ചൊവ്വ സമാധാനായില്ലേ? ഈ പറമ്പിൽ കൊതുകിനെ മരുന്നടിക്കാൻ വന്നല്ലേ നിങ്ങൾ? ഈ പറമ്പിൽ വെള്ളക്കെട്ടൽ തുറന്ന് ഒഴിവാക്കണ്ടേ? അല്ല ഈ കോളത്തിലൊക്കെ വന്നോണ്ടൊന്ന് പേടിച്ചു പോയതാ മനുഷ്യ. ഈ അടിച്ചോ വരാണ്ട് കെമിക്കലല്ലേ അടിക്കുന്നത്? ഈ അടിച്ചോ കയറി ഞാൻ വരാം. നടക്കുമോളെ. മെസ്സേജ് അയക്കാണ്ട് ബാപ്പ. കേൾക്കൂലെന്ന് പറഞ്ഞു എന്തൊക്കെ കാണിക്ക. അടിച്ചിട്ട് പോയിക്കോട്ടോ. ശരി ശരി. സമാധാനം കൊടുക്കൂല. Allah. പണ്ടൊക്കെ ജിന്നിനെ പേടിച്ചിട്ടും റിപ്പർ ഇറങ്ങിയ കാലത്ത് റിപ്പറിനെ പേടിച്ചിട്ടൊക്കെ ഞാൻ പെരയിൽ ഇങ്ങനെ കുത്തിരുന്നത്. അപ്പൊ അതാ പുതിയൊരു സാധനം, അന്യഗ്രഹ ജീവി. പൊന്ന് വാപ്പൊന്ന് പോയി കിടന്ന് ഉറങ്ങ്. സമയം എത്ര അയച്ചിട്ടാണ്? ഇതൊരു ഒച്ചട്ടോ, എന്തെങ്കിലും ഒച്ചട്ടോ. ഈ ആരാവിടെ? ആരാണ്ടാ? ആരാണോ ചോദിച്ചേ? അവിടെ നിക്കടി.
ആരാണ്ട് അവിടെ? ഇതിലൊന്നും കാണുന്നില്ല. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പോണ്ട ബാപ്പ. പറഞ്ഞേക്ക്. നല്ല ഉപദ്രവിക്കൂ. ഇങ്ങോട്ട് വാ. അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇങ്ങോട്ട് വാ. ഇവിടെ വാ. അപ്പൊ നോക്കി നോക്കി നിക്ക് അടക്ക്. കള്ളനായി വീട്ടുകാർക്ക് കളി തുടങ്ങിയില്ലേ? അന്യഗ്രഹ ജീവിയാണത്. അന്യഗ്രഹ ജീവിയാണ്. പിന്നെ അല്ലാണ്ട് മുഖമൊക്കെ ഉണ്ട്. മുഖം എനിക്ക് കാണാൻ പറ്റില്ല. ഓന്റെ പിന്നാമ്പുറം ഞാൻ കണ്ട് താഴ്വാ ഹിമാറ്. പോയാ അകത്ത് കിടക്ക്. ഇതാ ഞാൻ പറഞ്ഞത് വാതിലും ജനലൊക്കെ അടച്ചിട്ട് എന്തൊരു കട്ടാണ് റബേ. ലൈറ്റ് ഓഫ് ആക്കണ്ട. ലൈറ്റ് ഓഫ് ആക്കണ്ട. വാ ലൈറ്റ് ഇട്ട് തന്നെ കിടക്കാം. നിങ്ങൾ ആ മതിലിന്റെ മുന്നില് ഇത് കുറ്റിയടിക്കുക. മതിലിന്റെ മുന്നിൽ ഇത് കുറ്റിയടിച്ച് കുഴിച്ചിടുക. വേറെ ആരും കാണണ്ട. വേഗം നമുക്ക് ചെയ്താൽ ഇവിടെ 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 അടിച്ചോളൂ. ഇവിടെ അല്ല ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. അടിച്ച് അടി അടി അടി. അതേട്ടാ ഓന്റെ കളി കുറച്ച് കൂടി പിന്നെ എന്റെ പെരെ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓന്റെ ഉദ്ദേശം എന്താന്ന് ഞമ്മക്ക് അറിയണല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. പിന്നെ അതുമല്ല നാട്ടുകാരെടുത്ത് മുഴുവൻ ഞമ്മക്ക് ഈ കഥ പറയണം. ഓൻ ഇറങ്ങുന്നുണ്ട്. ഇത് ഓന്റെ ഉദ്ദേശം എന്താ നോക്കട്ടെ. മൂത്രയിക്കുന്ന പരിപാടിയാ. ഓന്റെ നീര മൂത്രമൊഴിക്കാൻ പോകുന്നത്. പറഞ്ഞോ പെരയിൽ വന്നത്. എന്റെ പെരയിൽ ഇന്നലെ വന്നേക്കല്ലേ അന്യഗ്രഹ ജീവിയല്ലേ? എന്തിനാ പയ്യ വെള്ളത്തിൽ വെച്ചത്? കളറ് മനസ്സിലാവില്ലടാ പട്ടി. അതിക്രമിച്ച് കിടക്കല്, മോഷണ ശ്രമം, കയ്യേറ്റം, അപവാദ പ്രചരണം, ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ. ഉണ്ട് സാർ. സാറേ പഠിച്ചോനാണ് നേരിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ സാറിന്റെ വീട്ടിൽ ഞാൻ സാർ ആക്രമിക്കാൻ ആക്രമിക്കാൻ ചെന്നല്ല. പിന്നെ മൂപ്പര് മൂത്ര നീലയാണോ നോക്കാൻ വേണ്ടി പോയതാ. മൂത്രം നീല? ആ അതിനെന്താ തനിക്ക് ലാബുണ്ടാ? ലാബൊന്നുമില്ല. പിന്നെ എന്തിനായിട്ട് മൂത്രം പരിശോധിക്കുന്നത്? ഈ അന്യഗ്രഹ ജീവികളുടെ മൂത്രം നീലയ്ക്കും ആ മൂത്രം ഒഴിക്കണ ഭാഗത്തുള്ള പുല്ലൊക്കെ കരിഞ്ഞു വന്ന് ഇവൻ പറഞ്ഞു. എന്തൊക്കെയാണ് താൻ പറയുന്നത്? അന്യഗ്രഹ ജീവി? ആ തനിക്ക് എവിടെ അന്യഗ്രഹ ജീവി കിട്ടിയേ? ഉണ്ണിയാ പറഞ്ഞ സാറേ. ആ ഉണ്ണിയാണ്. തനിക്ക് എവിടുന്നാണ് ഈ അന്യഗ്രഹ ജീവി കിട്ടിയേ? സാറേ ഈ മനുഷ്യന്മാരുടെ അടിയിൽ ഈ അന്യഗ്രഹി ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മൊത്തം അറിയാം. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ഇതൊക്കെ കേട്ട് വിശ്വസിക്കാം? ഈ കാലത്ത് ഇവിടെ അന്യഗ്രഹ ജീവി ഉണ്ടോ? സാറേ ഇയാളെ കണ്ടാൽ അങ്ങനെ തോന്നൂല്ലേ ഒരു അന്യഗ്രഹ ജീവിയെന്ന്? ഈ ഗ്രഹത്തിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടോ? എന്തോ ഒരു ഉടായ്പുണ്ട് ഇയാൾക്ക്. നാട്ടുകാർ മുഴുവൻ പറയണ്ടേ? സാറെ നോക്കി പേടിപ്പിക്കുന്ന തന്നെ. അല്ല, ഈ സാറിന് എന്താ തൊഴില്? ഞാന് അതായത് കണ്ട സാറേ ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയുടെ ഒച്ച പോലല്ലേ? ഉണ്ടായിരിക്കണം.
ബേസിക്കലി ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ശാസ്ത്രജ്ഞനോ? അതെ, പറയൂ സാർ. ഞാൻ ഇവിടെ ഈ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള പെരിച്ചാഴികളില്ലേ, പരിച്ചാഴികൾ എന്ന് പറയുന്നത് തുരപ്പൻ സാറേ. ഈ എലി വലുതായ പോലത്തെ. ഓ അത് ശരി. ആ അങ്ങനെ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ആ പല തരത്തിലുള്ള പെരിച്ചാഴികളുണ്ട്. ഓ ആ പെരിച്ചാഴികള് എന്ത് ചെയ്യും? കുഴിച്ച് അങ്ങനെ ആഴത്തിലേക്ക് പോകും. കറക്റ്റാ ഭയങ്കര കുഴിയാണ് കുഴിക്കുക. എന്റെ വീടിന്റെ സൈഡിലേക്ക് ഈ അടിത്തറ ഉണ്ടല്ലോ, അതിന്റെ സൈഡ് ഇങ്ങനെ തുറന്നിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര വലിപ്പമുള്ള കുഴി കുഴിക്കുന്നത്. അതുപോലെ ഇവര് അന്യന്റെ മുതല് തിന്ന് 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 ചീർത്തിട്ടാണ് ഈ പരുവത്തിലായി വരുന്നത്. അപ്പൊ പെരിച്ചാഴി മാത്രല്ലാതെ വേറെയും കുറെ ജീവികള് ഇന്ത്യയുടെ തന്നെ ഈ ഏറ്റവും തെക്ക് വശത്തുള്ള സംസ്ഥാനത്തില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ പെരിച്ചാഴികളെ കുറിച്ചും അത്തരത്തിലുള്ള ജീവികളെ കുറിച്ചുള്ള ഒരു 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 പഠനമാണ്. അതിൽ 2-3 പ്രബന്ധങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞു. ഇനി 1-2 ഉണ്ട്. അതിന്റെ ഒരു 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 ശ്രമത്തിലാണ് ഇപ്പോ. ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ ഇവര് അറിയാതെ വന്ന് ഒക്കെ അങ്ങനെ ചെയ്തതാണ്. കുഴപ്പം സാർ വിഷയമാക്കണ്ട, ഒന്ന് പറഞ്ഞു വിട്ടാ മതി. ശരി.